ഇന്ത്യ പാക് സംഘർഷം, ചൈന അമേരിക്ക വ്യാപാര യുദ്ധം തുടങ്ങിയ പ്രതികൂല സാഹചര്യങ്ങളെ മറികടന്നും ഇന്ത്യൻ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയാണ്. നിഫ്റ്റി മന്ത് ടു മന്ത് 3% ഉയരുകയും ചെയ്തു. ഇന്ത്യയുടെ വരാൻ പോകുന്ന എക്കണോമിക് ഗ്രോത്തിനെ മുന്നിൽ കണ്ട് ICICI സെക്യൂരിറ്റീസ് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി 5 സ്റ്റോക്കുകളെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. 40% വരെ അപ്സൈഡ് പൊട്ടൻഷ്യലുള്ള ഈ 5 സ്റ്റോക്കുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ആക്സിസ് ബാങ്ക്. ആക്സിസ് ബാങ്ക് 1182 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. ആക്സിസ് ബാങ്കിന് അനലിസ്റ്റുകൾ 1350 രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. അതായത് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും 14% അപ്സൈഡ് പൊട്ടൻഷ്യലാണ് ആക്സിസ് ബാങ്കിന് നൽകിയിരിക്കുന്നത്. ആക്സിസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോ ഇംപ്രൂവ് ആവുകയും സിസ്റ്റം ലിക്വിഡിറ്റി ഉയരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കമ്പനി മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ ഡെപ്പോസിറ്റ് ഗ്രാനുലാരിറ്റിയിൽ ഇംപ്രൂവ്മെൻറ്റ് വരികയും അസറ്റ് ലയബിലിറ്റി ഡ്യൂറേഷൻ മെച്ചപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ കമ്പനിയുടെ അസറ്റ് ക്വാളിറ്റിയിൽ ഇംപ്രൂവ്മെൻറ്റും ഗ്രോത്തും വരും സമയങ്ങളിൽ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ പല പ്രൈവറ്റ് ബ്രോക്കേജ് ഏജൻസികളും ആക്സിസ് ബാങ്കിനെ റീറേറ്റ് ചെയ്യുകയുമാണ്. ഈ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ 1350 രൂപയുടെ ടാർഗറ്റാണ് ആക്സിസ് ബാങ്കിന് അനലിസ്റ്റുകൾ നൽകിയിരിക്കുന്നത്. രണ്ടാമത്തേത് ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ്. 1186 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്ന ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റിന് 1350 രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ് എന്ന കമ്പനി വെറുമൊരു ടീ കോഫി ബിസിനസ്സിൽ നിന്നും ഹൈ മാർജിൻ ഫുഡ് ആൻഡ് ബിവറേജ് ബിസിനസ്സിലേക്ക് വളർന്ന ഒരു കമ്പനിയാണ്. കമ്പനി പല രീതിയിലുള്ള ഫാസ്റ്റ് അക്വിസിഷൻ നടത്തുകയും ഉയർന്ന വളർച്ചാ സാധ്യത പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ FMCG സെക്ടറിൽ വരും സമയങ്ങളിൽ ഡബിൾ ഡിജിറ്റ് ഏണിംഗ് ഗ്രോത്ത് നൽകാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ് ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ 1186 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്ന ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റിന് 1350 രൂപയുടെ ടാർഗറ്റാണ് അനലിസ്റ്റുകൾ നൽകിയിരിക്കുന്നത്. മൂന്നാമത്തെ സ്റ്റോക്ക് ഓട്ടോമൊബൈൽ സെക്ടറിലെ ഡീസൻറ്റ് പിക്കായ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയാണ്. 2926 രൂപയ്ക്ക് അടുത്ത സ്റ്റോക്ക് ക്ലോസിംഗ് നൽകി. സ്റ്റോക്കിന് 3700 രൂപയുടെ ടാർഗറ്റാണ് അനലിസ്റ്റുകൾ നൽകിയിരിക്കുന്നത്. SUV കാറ്റഗറിയിലുള്ള മികച്ച വളർച്ച തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. താർ, റോക്സ്, XUV 3XO, XUV 700, സ്കോർപിയോ തുടങ്ങിയ വാഹന മോഡലുകൾക്ക് ലഭിച്ചിരിക്കുന്ന പ്രചാരത്തിൻ്റെ പശ്ചാത്തലത്തിൽ കമ്പനിയുടെ പെർഫോമൻസ് മെച്ചപ്പെടാൻ സാധ്യതയുണ്ട്. കൂടാതെ ഇലക്ട്രിക് വെഹിക്കിൾ BE6, XEV 9e തുടങ്ങിയ ഇലക്ട്രിക് വെഹിക്കിളുകൾ കൂടി കമ്പനി ലോഞ്ച് ചെയ്യും. ഇന്ത്യയിൽ മൺസൂൺ മെച്ചപ്പെടാനുള്ള സാധ്യത വരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ട്രാക്ടറുകളുടെ സെയിൽസും ഉയരാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം മുന്നിൽ കണ്ടാണ് M&M എന്ന സ്റ്റോക്കിനെ അനലിസ്റ്റുകൾ ബൈ ചെയ്യാൻ നിർദ്ദേശിക്കുന്നത്. 18%-നടുത്ത് ROE മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ്. നാലാമത്തെ സ്റ്റോക്ക് ട്രാൻസ്ഫോർമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സ് എന്ന സ്റ്റോക്കാണ്. 495 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കിന് അനലിസ്റ്റുകൾ 640 രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. ട്രാൻസ്ഫോർമേഴ്സ് ആൻഡ് റെക്ടിഫയർ എന്ന കമ്പനി ഇന്ത്യയിലെ ലീഡിംഗ് പവർ ട്രാൻസ്ഫോർമർ ആൻഡ് റെക്ടിഫയർ മാനുഫാക്ചറിംഗ് കമ്പനിയാണ്. കമ്പനിയുടെ റവന്യൂവിൽ 56% വളർച്ചയും കമ്പനിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 4.6%-മാണ് വളർന്നിരിക്കുന്നത്. കമ്പനിയുടെ കറണ്ട് മാനുഫാക്ചറിംഗ് കപ്പാസിറ്റി 75,000 MVA എന്ന ലെവലിലേക്ക് ഉയരുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം 5132 കോടി രൂപയുടെ ഓർഡർ ബുക്കുള്ള ഒരു ഇൻടാക്റ്റ് സ്റ്റോക്ക് കൂടിയാണ് ട്രാൻസ്ഫോർമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സ് എന്ന സ്റ്റോക്ക്. കമ്പനിയുടെ EBITയിൽ 10% വളർച്ചയും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ 16%-ഓളം വളർച്ചയും കമ്പനി പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടാതെ കമ്പനിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് CAGR 53%-ൽ നിന്നും 59.8%-ലേക്ക് ഉയരാനും സാധ്യതയുണ്ട്. ഈ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ട്രാൻസ്ഫോർമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സ് എന്ന സ്റ്റോക്കിന് അനലിസ്റ്റ് ബൈ എന്ന റേറ്റിംഗ് നൽകിയിരിക്കുന്നത്. അവസാന സ്റ്റോക്ക് PCBL എന്ന സ്റ്റോക്കാണ്. PCBL 360 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 515 രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. PCBL എന്ന സ്റ്റോക്കിൽ 40% അപ്സൈഡ് പൊട്ടൻഷ്യൽ ഉണ്ടെന്നാണ് പ്രമുഖ ബ്രോക്കേജ് ഫിമായ മോത്തിലാൽ ഒസ്വാൾ പറയുന്നത്. PCBL കെമിക്കലിൻ്റെ ഒരു പ്രധാന പ്രോഡക്റ്റായ കാർബൺ ബ്ലാക്ക് എന്ന പ്രോഡക്റ്റ് ടയറുകളുടെ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ടയർ ഇൻഡസ്ട്രി ഉപയോഗിക്കുന്ന ഒരു പ്രധാന മെറ്റീരിയലാണ്. അതുപോലെ തന്നെ ഈ മെറ്റീരിയലിൻ്റെ എക്സ്പോർട്ട് വഴി കമ്പനിയിൽ ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് വരും സമയങ്ങളിൽ പ്രതീക്ഷിക്കാനും സാധിക്കും. ഈ ഫാക്റ്റുകളുടെയൊക്കെ പശ്ചാത്തലത്തിലാണ് അനലിസ്റ്റുകൾ PCBL എന്ന സ്റ്റോക്കിനെ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്